صوت السماء جاء المسيح جاء المسيح. We do not deny the rights of women to get education. ഉസൂർ പറയുന്നു, ഞങ്ങൾ ഒരിക്കലും തന്നെ സ്ത്രീകളുടെ വിദ്യാഭ്യാസം നേടാനുള്ള അവകാശത്തെ നിഷേധിക്കുന്നില്ല. ഇവിടെ ഒരു സ്ത്രീക്ക് പഠിച്ച് എഞ്ചിനീയറോ ഡോക്ടറോ വക്കീലോ അധ്യാപികയോ മറ്റെന്ത് ജോലിയോ ചെയ്യാം. അവൾക്ക് പുറത്തു പോകാം, തൻ്റെ കടമകൾ നിർവഹിക്കാം, ജോലി ചെയ്യാം. അതിലുമുപരിയായി ജമാഅത്തിൽ മഹിളാ സംഘടനയുണ്ട്. അത് വളരെ സജീവവുമാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ സമ്മേളനങ്ങളിൽ സ്ത്രീകൾ സംഘടിപ്പിക്കുന്ന പരിപാടികളും കാണാൻ സാധിക്കും. ഞങ്ങളുടെ ഈ കമ്മ്യൂണിറ്റിയിൽ ജമാഅത്തിനകത്ത് ഒരുപാട് സ്ത്രീകൾ ഡോക്ടർ, ടീച്ചർ, ആർക്കിടെക്റ്റ് എന്നീ പല നിലകളിലും ജോലി ചെയ്യുന്നുണ്ട്. അവർ പൊതുസമ്മേളനങ്ങളും സംഘടിപ്പിക്കാറുണ്ട്, ഫംഗ്ഷനുകൾ നടത്താറുണ്ട്. അവർക്ക് അവരുടേതായ സംവിധാനമുണ്ട്. ജേർണലിസ്റ്റ്, എന്തുകൊണ്ട് സ്ത്രീകൾ പുരുഷന്മാരോടൊപ്പം പ്രത്യേകിച്ച് ജർമ്മനിയിൽ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല? ഉസൂർ പറയുന്നു, കാരണം സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ താങ്ങും തണലുമില്ലാതെയാണ് കൂടുതൽ മികച്ച പ്രവർത്തനങ്ങൾ ചെയ്യാനാകുക. അവർ സ്വതന്ത്രരാണ്. അവർ വേറിട്ട നിലയിലാകുമ്പോൾ കൂടുതൽ വളരാനാകും. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു ചെടി നടുന്നത് അതിലും വലിയ ചെടിക്ക് കീഴിലാണെങ്കിൽ അതിന് നന്നായി വളരാനാകില്ല. എന്നാൽ അതേസമയം സ്ത്രീകൾക്ക് തുല്യ അവകാശമുണ്ട്. സ്ത്രീകൾക്ക് വിവാഹമോചനം നേടാൻ അവകാശമുണ്ട്. ഇസ്ലാമിൽ സ്ത്രീക്ക് അനന്തരാവകാശത്തിനുള്ള അർഹതയുണ്ട്. ഏതാനും ദശകങ്ങൾ മുമ്പ് വരെ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിഷേധിക്കപ്പെട്ടിരുന്ന അവകാശങ്ങൾ വരെ ഇസ്ലാം സ്ത്രീക്ക് അനുവദിച്ചു കൊടുക്കുന്നു. ഇന്ന് നിങ്ങൾക്ക് അത്തരം അവകാശങ്ങൾ ഉണ്ട് എന്നത് ശരി തന്നെ. എന്നാൽ സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിൽ ഞങ്ങളാണ് പ്രഥമരെന്ന് നിങ്ങൾക്ക് വാദിക്കാനാകില്ല. മറിച്ച് സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിൽ ഏറ്റവും മുൻനിര പോരാളിയായിട്ടുള്ളത് ഇസ്ലാമാണ്.